അപ്പോൾ ശരി പറയൂ. 1999 മോഡൽ വണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇത് നമ്മൾ ആക്ച്വലി ഇതൊരു നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഇരുന്ന വണ്ടിയായിരുന്നു. പുള്ളി ഇത് ആരുടെയും കൊടുക്കാതെ ഡെയിലി കഴുകി സൂക്ഷിച്ച് കൊണ്ട് നടന്ന വണ്ടിയാണ്. അത് ഓടിക്കാറില്ല. ഞാനൊക്കെ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു പുള്ളിയുടെ വീട്. രാവിലെയും വൈകിട്ടും കാണും. പുള്ളി എന്നും ഈ വണ്ടിയിൽ തുടക്കുന്നതാണ്. ഓടിക്കണത് ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്ക് ഇപ്പൊ പ്രായമായി, ഓടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് കൊടുത്തു. അപ്പൊ അവരുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ രണ്ടുപേരാണ് ഈ വണ്ടി മേടിച്ചത്. ഈ വണ്ടി ഓടിയിട്ടില്ല എന്നുള്ളത് അവർക്ക് നല്ലോണം അറിയാം. അങ്ങനെ മേടിച്ചതാണ്. ഇപ്പൊ അവർ മേടിച്ച സമയത്ത് 18,000 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളായിരുന്നു. ഇപ്പൊ 20,200 വണ്ടി ആക്ച്വലി ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. നോർമലി ഇപ്പോൾ 1975 മോഡൽ അല്ലെങ്കിൽ 80 മോഡലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതേപോലെ ഓട്ടോയിൽ നോക്കുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള പറയണത് അത് അല്ല, രണ്ടാമതൊക്കെ മാറുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓരോ വർഷം കഴിഞ്ഞ് പിന്നെ റീഡിങ് ആവുന്നതാണ്. അത്രേ ഉള്ളൂ. ഈ വണ്ടി ഇത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇത് ഏത് കളറായിരുന്നു ഈ വണ്ടി? ഇത് ഈ റെഡ് തന്നെയാണ്. ഓ, ഈ റെഡ് കളർ തന്നെയാണ്. പക്ഷെ ഇത് നോർമൽ ആ ഒരു കളറാണോ? ഇത് ഒരു വിന്റേജ് മോഡൽ റെഡ് കളർ ആയിരുന്നു. ഏകദേശം നമ്മൾ ആ ഒരു കളർ തന്നെയാണ് അടിച്ചിരുന്നത്. ഓക്കെ, കുറച്ച് ഡള്ളായിട്ട് തോന്നും വണ്ടി. പക്ഷെ നല്ല രസമുണ്ട് അടിച്ചിരിക്കുന്നത്. എന്തായാലും മുന്നേ ഒക്കെ പണ്ടുള്ള ഒരു പഴയ ബുള്ളറ്റിന് അടിക്കുന്ന റെഡൊക്കെ ഇതേപോലത്തെ അടഞ്ഞ കളറുകളാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്പെയർ മാറിയിട്ടുണ്ട് ഇതില് സ്പെയർ ഇത് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഇതില് ലോക്ക് സെറ്റ്, ഹാൻഡില്, ത്രോട്ടിൽസ്, സ്വിച്ചസ്, ക്രാഷ് ഗാർഡ് പുതിയതാണ്. പിന്നെ 2 സെറ്റ് സ്പോക്സ് കമ്പി മാറിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്, അതേപോലെ പെട്രോൾ സ്റ്റെയിനർ, ബാക്കിലത്തെ 2 ഷോക്ക് അബ്സർ, സാരി ഗാർഡ്, 4 ഇൻഡിക്കേറ്റേഴ്സ്, ഫ്രണ്ട് ബാക്ക് നമ്പർ പ്ലേറ്റ്, സൈലൻസർ, പിന്നെ ഫോൺ സെറ്റ്, കേബിൾസ്, ഡ്രാഗ് ഷൂ, വയറിംഗ് കിറ്റ്, അങ്ങനെ നോർമലി രീതിയിലുള്ള ഒരു. പക്ഷെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ അധികമായിട്ട് ഇതിൽ മാറിയിട്ടുമില്ല. ഇല്ല, കാരണം മാറേണ്ട ആവശ്യം വന്നില്ല. വണ്ടിയൊക്കെ നല്ല പക്കാ വണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ സ്പെയറിന് എല്ലാം കൂടി എത്ര രൂപയായിട്ടുണ്ട്? സ്പെയറിന് ഒരു 20-25 അടുപ്പിച്ച് 25,000 രൂപയോളം സ്പെയറിനായിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കുറഞ്ഞിട്ടുള്ളതല്ലേ കാശ്. നോർമലി സ്പെയർ എന്ന് പറയുമ്പോൾ 40-35 വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഈ മിറർ ഇപ്പൊ പുതിയ മേടിച്ചു. ഇത് പുതിയത് എടുത്തുവെച്ചതാണ്. ഓക്കെ, പക്ഷെ നോർമലി നമ്മൾ കാണുന്ന പോലത്തെ ഒരു മിററാണ്. ഇത് ഇലക്ട്രയുടെ മിററാണ്. ഇലക്ട്ര വണ്ടിക്ക് ഈ ടൈപ്പ് മിററാണ് വരുന്നത്. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രസമുണ്ട്.